കയ്പമംഗലം പഞ്ചായത്ത് 15-ാം വാർഡിലെ മത്സരം ഇക്കുറി പൊടിപാറും. LDF സ്ഥാനാർത്ഥി BS ജോത്സന മത്സരിക്കുന്നത് സ്വന്തം അധ്യാപികയ്ക്കെതിരെ. ജനുവരി 14-ന് 21 തികഞ്ഞ ഈ വിദ്യാർത്ഥിനി 12 വർഷം പഠിച്ചത് കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലായിരുന്നു. ഇതേസമയം സ്കൂളിലെ അധ്യാപികയും തുടർന്ന് പ്രിൻസിപ്പലുമായിരുന്നു UDF സ്ഥാനാർത്ഥി PK സുകന്യ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായ ജോത്സന നിലവിൽ SFI നാട്ടിക ഏരിയ പ്രസിഡന്റും DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗവുമാണ്. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് BA ഹിസ്റ്ററി പൂർത്തിയാക്കി LLBക്ക് ചേരാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ. രോഗികൾക്ക് പൊതിച്ചോർ സംഘടിപ്പിക്കുന്നതടക്കം രാഷ്ട്രീയ ജീവകാരുണ്യ പ്രവർത്തനം വഴി നാടിന്റെ മുക്കുമൂലകൾ പരിചിതവുമാണ്. പ്രചരണത്തിന്റെ 1-ാം റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ വിജയപ്രതീക്ഷയിലാണ് ജോത്സന. അധ്യാപികയുമായുള്ള മത്സരം സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തിരിക്കുന്നതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. തെരഞ്ഞെടുപ്പായപ്പോൾ പെട്ടെന്ന് രംഗത്തിറങ്ങിയതല്ല. ഞാൻ SFIയുടെ ഭാഗമായിട്ടും DYFIയുടെ ഭാഗമായിട്ടൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഈ വാർഡിൽ മുഴുവൻ കവർ ചെയ്ത് എല്ലാവരുമായിട്ടും നല്ല ബന്ധമുള്ളതാണ്. അതാണ് എക്സ്പീരിയൻസ്. എതിരെ മത്സരിക്കുന്നത് ഞാൻ പഠിച്ച സമയത്തും ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്ന സുകന്യ ടീച്ചറാണ്. പക്ഷെ ആ ഒരു വിഷയം ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ടീച്ചറും അത് എടുക്കുന്നുണ്ടാവില്ല, ഞാനും അത് എടുക്കുന്നില്ല. അത് ടീച്ചർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഞാൻ CPMൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ. അതേസമയം മുൻ പഞ്ചായത്ത് അംഗം PT രാമചന്ദ്രന്റെ ഭാര്യയായ സുകന്യ ടീച്ചർ പറയുന്നത് സ്വന്തം വിദ്യാർത്ഥികളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നുവെന്നാണ്. ഭർത്താവിന്റെ രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രചോദനം. കൂടുതൽ ലോകപരിചയമുള്ളവർ ഭരണരംഗത്ത് എത്തുന്നതാണ് നാടിന് നല്ലതെന്നും അതാണ് താൻ മത്സരിക്കാൻ കാരണമെന്നും അവർ കൂട്ടിച്ചേർത്തു. യുവാക്കള് വരുന്നത് സ്വാഗതാർഹമാണ്. യുവാക്കൾ വരുന്നത് എപ്പോഴും സ്വാഗതാർഹമാണ്. പിന്നെ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ഉയർന്ന നിലയ്ക്ക് എത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമാണല്ലോ. നമ്മളെക്കാളും ഉയർന്ന നിലയിൽ അവർ പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ഒരു ഇലക്ഷൻ ആകുമ്പോൾ കുറച്ചും കൂടി പരിചയമുള്ള ആൾക്കാർ, അതായത് കുറച്ചും കൂടി സാഹചര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ. 18 കൊല്ലത്തോളം ഇവിടെ തന്നെയാണ്, കയ്പമംഗലത്താണ് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുമായിട്ട് വർക്ക് ചെയ്തത്. അതും ഈ വാർഡിൽ തന്നെ. അതുകൊണ്ട് ഈ വാർഡിലെ ജനങ്ങളായിട്ട് നല്ല രക്ഷിതാക്കളായിട്ടും വിദ്യാർത്ഥികളായിട്ടും ഒക്കെ നല്ല അടുപ്പമാണ്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം. NDA സ്ഥാനാർത്ഥി ഇന്ദുകലയും സുകന്യ അധ്യാപികയായിരിക്കെ ഫിഷറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്തെത്തിയ BJP ഇക്കുറി വിജയം കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ദുകല. എനിക്ക് കുഴപ്പമില്ല. ഒന്നാമത് ഞാൻ ജനിച്ചു വളർന്നും എല്ലാം ഈ നാട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ടെൻഷനില്ല. എല്ലാവരും നല്ല പരിചയമാണ്, എല്ലാവരും നന്നായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ ഫിഷറി പഠിക്കുമ്പോൾ സ്കൂളിലെ ടീച്ചർ തന്നെയായിരുന്നു. പിന്നെ കൂടുതലും ഞങ്ങൾ തൊട്ടടുത്ത വീടുകളിലായിരുന്നു താമസം. സോലെ ന്യൂസ് ബാങ്ക്, കയ്പമംഗലം.